വളരെ ആവേശകരമെന്ന് പറഞ്ഞാൽ പോരാ, നമ്മളൊക്കെ കണ്ണുകളെ വല്ലാതെ ഒരു ഈറനടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ അദിയ് ഇവിടെ കയറി വന്ന് അവിടെ ഇരുന്നിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ അവസാനത്തെ സെഷനിൽ 5 ഹദീത്തുകളാണ് ഖബലിക്ക് ചോദിക്കാറുള്ളത്. ആവേശം കൊണ്ട് 15 ചോദിച്ചാണ് ഷെയ്ഖ് പർവേസ്. അത് ഉടനെ അത് ഒരു ആലോചിച്ച് നിൽക്കാനുള്ളൊരു ഇതില്ല, കടപടയെന്ന് പറഞ്ഞിട്ട് 50 കൊടുക്കണമെങ്കിൽ അതിനും വേറെ കൊടുക്കാണെങ്കിൽ ഞാൻ കൊടുക്കും മാർക്ക് എന്നാണ് ഷെയ്ഖോട് പറഞ്ഞത്. മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ആ മാർക്ക് ചെയ്തതിൽ ഇപ്പൊ എല്ലാവർക്കും 100 കിട്ടി എന്ന് പറഞ്ഞത്. പക്ഷെ ആ 100-ൽ തന്നെ കുറെ ഗ്രേഡ് നോക്കണതില് മുൻപന്തിയിലാണ് അദി. അള്ളാഹു മാതാപിതാക്കൾക്ക് നന്മകൾ കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അള്ളാഹു ആയുസ്സും ആരോഗ്യവും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദി ബാറക്കല്ലാഹു ഫീക്. തഫദ്ദൽ ഇല ഹാദിഹിൽ മിനസ്സ. അഹ്സനല്ലാഹു ഇലൈക അൻത ഫഖൂറുൻ ലിഹാദിഹിൽ മിനസ്സ. മാഷാഅല്ലാഹ്. വളരെ ചെറിയ പ്രായമാണ്. ആ ചെറിയ പ്രായത്തിൽ ആ ഹൃദയത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തുമണികളാണ്, നബിയുടെ ഹദീസുകളാണ്. മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ പറയാനുള്ളത്, അവനെ ഇനിയും ഹദീസുകൾ പഠിപ്പിക്കുക. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും ഒക്കെ മനഃപ്പാഠമാക്കുന്ന ആളുകൾ ലോകത്തുണ്ട്, കേരളത്തിലുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ മകനെയും ഉണ്ടാവും. ഖുർആൻ എന്തായാലും അവരുടെ കൂടെ പഠിക്കുന്നുണ്ട്. ഹദീസുകൾ അത് കൂടെ പഠിക്കാനും ഈ ഒരു പ്രായത്തിൽ അവനെ പ്രചോദിപ്പിക്കുക. അള്ളാഹു നിങ്ങളെ ആദരിക്കട്ടെ. അള്ളാഹു എല്ലാവിധ നന്മകളും നൽകട്ടെ. മാഷാ അല്ലാഹ്. ക്യാഷ് പ്രൈസ് നമ്മള് പ്രഖ്യാപിച്ചതുപോലെ ഒരു ക്യാഷ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ ഇതിലും വലുത് ഇവർക്ക് പരലോകത്ത് കിട്ടാൻ പോവാ. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് ഈ മക്കളെ, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത്. നിങ്ങൾ ആലോചിച്ച് ഇവർ എത്ര ദിവസം ഇതിന്റെ പിന്നിൽ ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഇത്രയും വലിയൊരു സ്വലാത്ത് മജ്ലിസ് നിങ്ങൾക്ക് വേറെ കിട്ടിയിട്ടുണ്ടാവില്ല. ഏറ്റവും വലുതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിനുള്ള കൂലി വളരെ വിശാലമാണ്. അതിൽ വന്ന ഹദീസുകൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമിന്റെ വിശദീകരണമാണ്. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ആവേശമാകട്ടെ ഇതുപോലത്തെ സദസ്സുകൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അദി ബാറക്കല്ലാഹു ഫീക്കും. ഇനി ചെറിയ ഒരു വിശദീകരണം